നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ സർ, ഈ കേന്ദ്രം കേരളത്തെ ഇങ്ങോട്ട് ഞെക്കിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡിവൈഎഫ്ഐയുടെയും അതല്ലെങ്കിൽ ഇവരുടെ എല്ലാവിധ സംഘടനകളുടെയും കേന്ദ്രത്തിനെതിരെയുള്ള മനുഷ്യ ചങ്ങല, വ്യത്യസ്ത രീതിയിലുള്ള സമരമുറകളൊക്കെ കാണാറുണ്ട് നമ്മൾ. അത്തരത്തിൽ ഇവിടുത്തെ കേരളത്തിലെ സാധാരണ പ്രബുദ്ധ ജനത എന്ന് സ്വയം വിളിക്കുന്ന ആ ജനതയെ പറ്റിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും, ഇനി ഇടതുവായാലും വലതായാലും, വലതുപക്ഷമാണെങ്കിൽ അവരുടെ ആ നടപടികളൊക്കെ നമ്മൾക്കറിയാം. എങ്ങനെയാണ് സർ ഈ കേരളത്തെ കേന്ദ്രം ഇങ്ങനെ ഞെക്കി കൊല്ലുക തന്നെയാണ്? ശ്വാസം മുട്ടി ചാവാനായോ കേരളം? എന്താണ് സർ അവസ്ഥ? കേരളം ശ്വാസം മുട്ടിച്ചാകാറായി എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷെ അതിന്റെ ഉത്തരവാദി കേന്ദ്രമല്ല. അതിന്റെ ഉത്തരവാദി തികച്ചും CPM തന്നെയാണ്. ഗവൺമെന്റ് എന്ന് പോലും ഞാൻ പറയുന്നില്ല, CPM തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഓരോ സംസ്ഥാനത്തേക്ക് പണം വരുന്നത്, പ്രത്യേകിച്ച് ദുരിതാശ്വാസ മേഖലയിൽ വരുന്നത് എങ്ങനെയാണ് എന്ന് 15ാം ധനകാര്യ കമ്മീഷൻ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന നിലയിൽ SDRF അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഈ SDRF എന്ന് പറയുന്ന പോലെ NDRF ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും ഉണ്ട്. ഇത് 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം, ഈ ധനകാര്യ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളും കൂടെ പോയി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. കേരളം അറിയാതെ ചെയ്യുന്ന ഒന്നുമല്ല. അതില് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിഹിതം 25%, കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം 75%. അതായത് ഏതെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായി കഴിയുമ്പോൾ ദുരിതാശ്വാസത്തിന് വേണ്ടി പണം ചെലവാക്കുന്നതിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവും. ഇത് കൃത്യമായി കേരളത്തിലേക്ക് കേന്ദ്രം കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ കിട്ടുന്നില്ല, ഞെരുക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം കേന്ദ്രത്തിലും കേരളത്തിലും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. കേന്ദ്രം പണം കൊടുത്താൽ അതിന്റെ കണക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. ഇത് കേരള ഹൈക്കോടതിയും സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ തവണ കേന്ദ്രം തന്ന പണം നിങ്ങൾ ഉപയോഗിച്ചു, പക്ഷെ കണക്ക് കൊടുത്തില്ല. അപ്പോൾ കണക്ക് അവിടെ കിട്ടിയാൽ അറിയാം കൊടുത്ത തുക എവിടെയൊക്കെ, എത്രയൊക്കെ, എങ്ങനെയൊക്കെ വിനിയോഗിച്ചു, ബാക്കി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബാക്കിയില്ല. പക്ഷെ കണക്ക് അവിടെ കിട്ടണം. ഈ കണക്ക് കേരള ഗവൺമെന്റ് കൊടുക്കില്ല. കൊടുക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, കണക്കെഴുതാൻ ഇവിടെ IAS-കാരോ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. കാരണം ഈ വരുന്ന പണം കൊള്ളയടിച്ച് പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർ കൊണ്ടുപോകുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്ന കണക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ കൊണ്ടുപോയത് ഇത്ര, മോഷ്ടിച്ചെടുത്ത് ഇത്ര, തട്ടിക്കൊണ്ടുപോയത് ഇത്ര, കട്ട് തിന്നത് ഇത്ര എന്ന് പറഞ്ഞൊരു കണക്ക് കൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് ഒരു കണക്കും കൊടുക്കില്ല, കണക്ക് കൊടുക്കാതിരിക്കും. അങ്ങനെ കഴിഞ്ഞ 2018 മഹാപ്രളയത്തിൽ 2900 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി അനുവദിച്ചു. കേരളം ആകെ ചിലവഴിച്ചത്, ജനങ്ങളിലേക്ക് കൊടുത്തത് 900 കോടി. ബാക്കി 2000 കോടി രൂപ എവിടെ പോയി എന്നുള്ളതിന് കണക്കില്ല. ആർക്ക് കൊടുത്തു, എങ്ങനെ ചെലവഴിച്ചില്ല, കയ്യിൽ ബാക്കിയുണ്ടോ, ഇതൊന്നും കണക്കില്ല. തൊട്ടടുത്ത വർഷം വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി, 2019. അപ്പോൾ കേരളം വീണ്ടും 1600 കോടി രൂപ ചോദിച്ചു. 1600 കോടി രൂപ ചോദിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞു പരമാവധി തരാൻ പറ്റുന്നത് 460 കോടി മാത്രമാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ 2900 കോടി രൂപയിൽ നിങ്ങൾ 900 ചെലവഴിച്ചു, ബാക്കി 2000 കോടി നിങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് കണക്ക്. അതായത് കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെലവായതിന്റെ കണക്ക് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറഞ്ഞു. കേന്ദ്രത്തിൽ കൊടുത്തില്ല, കാരണം കൈവശമില്ല. അത് കട്ടു നിന്ന് കഴിഞ്ഞു, പിന്നെ കൈവശമില്ല, അപ്പൊ കണക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞ തവണ നിങ്ങൾക്ക് തന്ന പണത്തിൽ 2000 കോടി രൂപയുടെ കണക്ക് ഇവിടെ തരാത്ത സ്ഥിതിക്ക് 2000 കോടി രൂപ കേരളത്തിന്റെ കൈവശമുണ്ട് എന്ന് കണക്കാക്കി ബാക്കി തുകയായ 460 കോടി രൂപ തരും. അങ്ങനെ ആ ഒരു കാര്യം തീർന്നു. പക്ഷേ എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കുന്ന ദുരിതാശ്വാസ ഫണ്ടില് ഇതുപോലെയുള്ള കൊള്ള നടത്തി വീണ്ടും വലിയ ദുരന്തങ്ങൾ വരുന്ന സമയത്താണ് ഇത് ജനങ്ങൾ അറിയുന്നത്. ഇപ്പോൾ വയനാട്ടില് ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ആ ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്രം പണം ചോദിക്കുന്നത് ശരിയാണോ എന്നിപ്പോ ഒരു ചോദ്യമുണ്ട്. ഉദാഹരണത്തിന് ഹെലികോപ്റ്ററിന്റെ വാടക തിരിച്ചു ചോദിച്ചു. മഹാമോശമല്ലേ?
ജനങ്ങളെ രക്ഷിക്കേണ്ടതല്ലേ? എല്ലാവരും കേട്ടാൽ തോന്നും ശരിയാണല്ലോ എന്ന്. പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. KSEB ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി ചിലവാക്കിയത് 9 കോടി രൂപയുടെ വൈദ്യുതിയാണ് എന്ന് പറഞ്ഞ് KSEB ഇപ്പോൾ 9 കോടി രൂപ ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിനോട്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ KSEB എന്തിനാണ് 9 കോടി രൂപ ചോദിക്കുന്നത്? അത് അതിന്റെ അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് കേന്ദ്രം ഹെലികോപ്റ്റർ തന്നാൽ അതിന്റെ വാടക ശരിയാക്കാൻ വേണ്ടി കണക്ക് ചോദിക്കും. അതിൽ പണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതിന്റെ ഒരു നടപടിക്രമമുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സ്, നേവി അവരുപയോഗിക്കുന്ന വിമാനത്തിന്റെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ വാടക ഒരു ബില്ലായിട്ട് എഴുതി കേരള ഗവൺമെന്റിലേക്ക് അയക്കും. അങ്ങനെ കേരള ഗവൺമെന്റിലേക്ക് അയക്കുമ്പോൾ 132 കോടി രൂപ. ഈ 132 കോടി രൂപ ഒരു പൈസ പോലും കേരള ഗവൺമെന്റ് അടയ്ക്കേണ്ടതില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നതിന് നിയമമുണ്ട്. ഈ പറഞ്ഞ SDRF ഫണ്ടിന്റെ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ബില്ല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അയച്ചാൽ മാത്രം മതി, പണമല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ബില്ല് അവിടെ കിട്ടി, ബില്ല് വരവ് വെച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന SDRF ഫണ്ടിനകത്ത് ഈ തുക തട്ടിക്കിഴിച്ചോളും. ഒരു പൈസയും കേരളം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ പകുതി കള്ളം പറയാണ്. കേരളത്തോട് ബില്ല് തന്നു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ തരാമോ, അങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ തരാം, അങ്ങനെ ചോദിക്കാം, പക്ഷെ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. ഈ ബില്ല് കേന്ദ്രത്തിൽ കൊടുത്താൽ മതി. അപ്പൊ അവിടുന്ന് അത് റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെ റീഇംബേഴ്സ് ചെയ്യുമ്പോൾ അത് കേന്ദ്രത്തിന്റെ ദുരിതാശ്വാസത്തിൽ കേരളത്തിന് കിട്ടേണ്ട തുകയിൽ നിന്ന് കേന്ദ്രം തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പൊ കണക്കിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പറയണം KSEB 9 കോടി രൂപ കേരള ഗവൺമെന്റിനോട് എന്തിനു ചോദിച്ചു? വയനാട് ദുരന്തത്തിന്റെ പേര്. അതിന് മറുപടി പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ദുരാരോപണങ്ങൾ ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റിനെ ശത്രുവാക്കി കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ നയം. അപ്പോൾ ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ വീട് നഷ്ടപ്പെട്ടവർ പരമാവധി 400 പേരാണ്. 400 ഇല്ല, അതിൽ താഴെയാണ്. എന്നാൽ ഗവൺമെന്റ് പോലും അറിയാതെ, കേരള ഗവൺമെന്റിന് ഒരു പൈസ മുടക്കില്ലാതെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും കൂടി വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് 1200-ലധികമാണ്. എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയിലധികം വീട് വെച്ചു കൊടുക്കാൻ ആൾക്കാർ വന്നു കഴിഞ്ഞു. അവർ പണം മുടക്കാൻ തയ്യാറാണ്, അവർ സ്ഥലം മേടിക്കാൻ തയ്യാറാണ്. അനുമതി കൊടുത്താൽ മതി. കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ജനങ്ങൾ ദുരിതത്തിലല്ലേ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണ്? കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ വീട് വെക്കണ്ട, നിങ്ങൾ സ്ഥലം മേടിക്കണ്ട, നിങ്ങൾ കെട്ടിടം പണിയണ്ട, അതിന്റെ പണം കേരളത്തെ ഏൽപ്പിക്കൂ, ഞങ്ങൾ പണിത് കൊടുത്തോളാം. എത്രയോ ദുരന്തങ്ങൾ വന്നു പോയി. എവിടെയെങ്കിലും എന്തെങ്കിലും പണിത് കൊടുത്തോ? ആൾക്കാർ ഇപ്പോഴും പെരുവഴിയിലല്ലേ. അതുകൊണ്ട് ഈ വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഓഫർ വരാൻ തന്നെ കാരണം സർക്കാർ ഏതായാലും വെച്ചു കൊടുക്കാൻ പോകുന്നില്ല. കയ്യിലോട്ട് കൊടുത്താൽ കട്ട് തിന്നും. അതുകൊണ്ട് ഞങ്ങൾ വെച്ചു കൊടുത്തോളാം, ഞങ്ങൾ സ്ഥലം വാങ്ങാം, ഞങ്ങൾ വീട് വെക്കാം എന്ന് പറയുന്നു. ഇപ്പൊ വ്യാപാരി വ്യവസായി അസോസിയേഷൻ അവരൊക്കെ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്, സിമെന്റും കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ പെടുന്നോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, കാശിങ് തന്നാൽ മതി. അപ്പൊ അവിടെ തീർച്ചയായിട്ടും കട്ട് തിന്നാനുള്ള ദുഷ്ടലാക്ക് മാത്രമാണ് അതിന്റെ പുറകിൽ. ഇപ്പോൾ ഇത് കിട്ടാതെ വന്നപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോയി. കേന്ദ്രം ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല, ഞങ്ങളെ ഞെരുക്കുന്നു, രാഷ്ട്രീയ പ്രേരിതം എന്നെല്ലാം പറഞ്ഞു. കേന്ദ്രം ചോദിച്ച അതേ ചോദ്യം കേരള ഹൈക്കോടതി കേരള ഗവൺമെന്റിനോട് ചോദിച്ചു. കഴിഞ്ഞ ദുരന്തങ്ങളിലൊക്കെ കേരളത്തിന് കിട്ടിയതിന്റെ കണക്ക് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തിട്ടില്ല. ആ കണക്ക് ഹൈക്കോടതിയുടെ മുമ്പാകെ തരാൻ പറ്റുമോ? തരാൻ പറ്റില്ല, കാരണം കയ്യിൽ കണക്കില്ല. അതുകൊണ്ട് കൂടുതൽ സമയം അനുവദിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഹൈക്കോടതിയുടെ മുമ്പാകെ നിൽക്കുകയാണ്. നോക്കണം, കഴിഞ്ഞ 10 വർഷത്തെ കുടിശ്ശിക കണക്ക് എഴുതാതിരിക്കുന്ന ഒരു ഗവൺമെന്റിനോടാണ് ഹൈക്കോടതി ഇത് ചോദിച്ചത്. BJP അല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേരള ഹൈക്കോടതിയാണ്. ചുമ്മാ കയറി ചോദിച്ചതല്ല. കേരള ഗവൺമെന്റ് കേസും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ തിരിച്ച് ഹൈക്കോടതി ചോദിച്ചതാണ്, നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? കണക്കില്ല. എന്നാൽ ഇത് എവിടെ പോയി? അതിന് മറുപടിയില്ല. അതായത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ പറ്റും. ഇതാണ് ഇന്നിപ്പോ കേരളം അനുഭവിക്കുന്ന ഞെരുക്കത്തിന്റെ കാരണം. കേരളത്തിലെ ജനങ്ങൾക്ക് പണം കൊടുക്കണമെങ്കിൽ 675 കോടി രൂപ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ജനങ്ങൾ പിരിച്ചു കൊടുത്ത ദുരിതാശ്വാസ നിധി ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതുകൂടാതെ BJPയുടെ സംസ്ഥാനങ്ങളെല്ലാം കൂടെ കൊടുത്ത 70 കോടി അതിന്റെ കൂടെ ഇരിപ്പുണ്ട്.
അപ്പോൾ തന്നെ 850 കോടിയായി. ഇനി അതിനു പുറമെ മിറ്റിഗേഷൻ ഫണ്ട് എപ്പോ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് 445 കോടി രൂപയുണ്ട്. അപ്പോൾ തന്നെ 1200 കോടിയുടെ അടുത്തെത്തി. ഇനിയും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കേന്ദ്രം കൊടുത്ത ഈ 390 കോടി രൂപയുണ്ട്. അപ്പോൾ വീണ്ടും തുക എവിടെ എത്തി? 1500 കോടിക്ക് മുകളിലെത്തി. ഇത്രയും തുക കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് ചെലവഴിക്കില്ല എന്ന് തീരുമാനമെടുത്ത് കേന്ദ്രത്തിനെതിരെ സമരം നടത്തി 2 ഹർത്താൽ നടത്തിയാൽ കിട്ടിയ പണം അടിച്ചു മാറ്റാനിരിക്കുന്ന സഖാക്കന്മാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ചോദ്യവും കൂടി ആയപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി. പക്ഷേ ഇപ്പോഴും ആടിനെ പട്ടിയാക്കുകയും കണ്ണിൽ പൊടിയിടുകയും പുകമറ സൃഷ്ടിക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കുറെ മാധ്യമ പടകളെ അവർ വാടകയ്ക്കെടുത്തിട്ടുണ്ട്. വാലാട്ടി പട്ടികളെ പോലെ ഇവിടുത്തെ കുറെ മാധ്യമങ്ങൾ, ഇവിടുത്തെ കുറെ പത്രങ്ങൾ, ചാനലുകൾ, ഇവരെല്ലാം ഈ പിണറായി വിജയന്റെ പുറകെ കൂടി പിന്തുണ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? കട്ട മുതലിന്റെ അംശങ്ങൾ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ആയിരക്കണക്കിന് കോടി മോഷ്ടിച്ചാൽ അത് പുറത്തു പറയാതിരിക്കാനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും ഏതാനും കോടികൾ ഈ പറയുന്ന മാധ്യമ നായ്ക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവര്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് പത്രമാധ്യമങ്ങൾ, ചാനൽ മാധ്യമങ്ങളൊക്കെ ഈ കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിടാൻ പിണറായിയോടൊപ്പം കൂട്ടുനിൽക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന യൂട്യൂബ് ചാനൽ പോലെയുള്ള നമ്മുടെ ഈ ചാനലുകൾ, ന്യൂസ് കഫേ പോലെയുള്ള ചാനൽ ഇല്ല എങ്കിൽ ഈ സത്യം പോലും ജനങ്ങൾ അറിയില്ല. അത്ര സമൃദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ മൂടിവെക്കുന്നത്. അപ്പോൾ കേന്ദ്രം ഞെരുക്കുകയല്ല ചെയ്യുന്നത്, കേന്ദ്രം കൊടുക്കുന്ന പണം കേരളം അമുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ജനങ്ങളെ ഞെരുക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമാണ്. ഇപ്പൊ നമുക്കറിയാം സാർ, ഇത് എത്ര നാൾ ഇവർക്ക് ഇത്തരത്തിലിങ്ങനെ തട്ടിമുട്ട് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും? കാരണം ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇനിയിപ്പോ എത്ര മാധ്യമങ്ങളെ വിലക്കെടുത്ത് കഴിഞ്ഞാലും അതിന് പോകുന്നതിന് പരിധി ഉണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ ഇവിടെ സംഭവിക്കുക? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ചർച്ച പോലെ നിരവധിയായിട്ടുള്ള യൂട്യൂബ് ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ചർച്ചകൾ വരും. ഇതിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് പുറത്തു വരും. ഒന്നുമല്ലെങ്കിൽ ഇവർ കാണിച്ച മണ്ടത്തരം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി വിടുകയല്ല. ഹൈക്കോടതി ഇനി പുറകെ നിൽക്കും, കണക്ക് കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ കണക്ക് വ്യക്തമാക്കേണ്ടി വരും. കേരളത്തിന്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ മുഴുവൻ ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തും. അങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണത്തെ സംബന്ധിച്ചും 10 വർഷമല്ല 8 വർഷം, ആ ഭരണത്തെ സംബന്ധിച്ചും അക്കാലത്ത് നടന്ന മുഴുവൻ മോഷണത്തെ സംബന്ധിച്ചുമുള്ള കണക്കുകൾ പുറത്തു വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. പക്ഷേ അതിന് പിന്തുണ കൊടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി, UDF തയ്യാറാണ്. ഇവർക്ക് പിന്തുണ കൊടുക്കും. എന്താന്ന് ചോദിച്ചാൽ, അന്വേഷണം വീണ്ടും പുറകോട്ട് പോയാൽ UDFന്റെ കാലത്തെ കള്ളത്തരവും പുറത്തു വരും. അതുകൊണ്ട് UDFും LDFും ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയായി ഈ പറഞ്ഞ അഴിമതിക്ക് എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ജനങ്ങൾ ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ആരും പണം കൊടുക്കാൻ പോകുന്നില്ല. ജനങ്ങൾ പണം കൊടുക്കുകയില്ല. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം ഓഡിറ്റ് ചെയ്യപ്പെടണം. കൊടുക്കുമെന്ന് പറഞ്ഞ പണം കൊടുത്തോ, കൊടുത്ത പണം അവിടെ കിട്ടിയോ, കിട്ടിയ പണം എന്ത് ചെയ്തു, ഈ കാര്യത്തിലും ഓഡിറ്റിംഗ് വരും. അപ്പോൾ കള്ളി വെളിച്ചത്താകാൻ പോവുകയാണ്. സകല കള്ളക്കണക്കും കേന്ദ്രം വലിച്ചു പുറത്തിടും. അതിനുള്ള അനുമതിയും ആജ്ഞയും വിധിയും കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കേരള ഹൈക്കോടതിയെ പിന്നെ സംഖ്യയാണ്, ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരെല്ലാം RSSകാരാണ് എന്ന് പറയാവുന്നതല്ലാതെ മറ്റൊരു കണ്ണിൽ പൊടിയിടലും നടക്കില്ല. അപ്പൊ കേന്ദ്രത്തിലെ സംഖ്യകളും ഹൈക്കോടതിയിലെ സംഖ്യകളും കൂടി ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ച് അവസാന പാടാൻ കുറെ മാധ്യമങ്ങളെ അന്നും കിട്ടും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ജനങ്ങൾ ഇത് മനസ്സിലാക്കും. അതനുസരിച്ചുള്ള തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്നാണ് സാറ് കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയും കൂടി വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, കർഷക നിയമം ഇവിടെ കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ, രാജ്യദ്രോഹ സമരങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. വിദേശ ശക്തികളുടെ ആ ഒരു സ്വാധീനം കൊണ്ട് പോലും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ അഖണ്ഡത മാത്രമല്ല, രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ചെങ്കോട്ടയിലൊക്കെ അരങ്ങേറിയതൊക്കെ കണ്ടതാണ്. എന്നിട്ട് ആ നിയമം പാസ്സാക്കാൻ ഇവിടെ അനുവദിച്ചതുമില്ല.
ഇന്ന് കർഷകർ ഇവിടെ അനുഭവിക്കുന്നതിനേക്കാൾ നേരെ തിരിച്ച് കേന്ദ്രത്തിനെതിരെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷവും കേരളത്തിലുണ്ട്. ഈ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതുപോലെ കർഷകർക്ക് 2000 രൂപ പോലെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ മോദിജി കൊടുക്കാറുണ്ട്, അത് നേരിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സാർ അതിന്റെ ഒരു വീക്ഷണം വരിക? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കാൻ കഴിയുന്ന നിരവധിയായ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ പദ്ധതികളൊന്നും കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല, അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പോളിസിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കാം. കേരളത്തിലെ കാർഷിക മേഖലയിലെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കേന്ദ്രം കൊടുത്തത് 2650 കോടി രൂപ. ഒരു പൈസ പോലും ചിലവാക്കാതെ അത് ലാപ്സാക്കി കളഞ്ഞു. അതായത് കുളങ്ങൾ കുഴിക്കാൻ, കിണർ കുത്താൻ, വൈദ്യുതി എടുക്കാൻ, കാർഷിക മേഖലയിലെ ബണ്ട് നിർമ്മിക്കാൻ, കാർഷിക മേഖലയിലേക്ക് റോഡ് വെട്ടാൻ, അതേപോലെ തന്നെ അവിടെ ഗോഡൌണുകൾ ഉണ്ടാക്കാൻ എന്ന് തുടങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വരെയുള്ള മേഖലകളിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാനുള്ള 2650 കോടി രൂപ കേന്ദ്രം എടുത്തില്ല, തൊട്ടില്ല, നടപ്പാക്കിയില്ല. കാരണം അത് നടപ്പാക്കിയെങ്കിൽ BJP ഗവൺമെന്റിന് അതിന്റെ ക്രെഡിറ്റ് കിട്ടും. അതുകൊണ്ട് 2650 കോടി രൂപ ലാപ്സാക്കി. കേരളത്തിലെ 1/3 ജനങ്ങൾ അനുഭവിക്കുന്ന ഏതാണ്ട് 420-ലധികം പഞ്ചായത്തുകൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ് വന്യമൃഗ ഭീഷണി. ഈ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ വനങ്ങളിൽ മാത്രമല്ല. ഞാൻ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അടക്കം മറ്റു പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഞാൻ ഈ കാര്യം അന്വേഷിക്കാറുണ്ട്. ഇവിടെ വനങ്ങളുണ്ടോ? വനങ്ങളുണ്ട്. വന്യജീവിയുണ്ടോ? വന്യജീവിയുണ്ട്. പുറത്തിറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ടോ? കേരളത്തിലല്ലാതെ ഒരിടത്തും ഈ പ്രശ്നമില്ല. എന്തുകൊണ്ടില്ല? വന്യജീവികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും താമസിക്കാനുള്ള ആവാസ വ്യവസ്ഥയും വനത്തിനകത്ത് ഉറപ്പാക്കി കൊടുത്താൽ ഒരു വന്യജീവിയും പുറത്തേക്ക് ഇറങ്ങി വന്ന് ജനജീവിതം ശല്യപ്പെടുത്തുകയില്ല. കേരളത്തിൽ മാത്രം ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം കേന്ദ്രം ഈ കേരളത്തിലേക്ക് എല്ലാ വർഷവും 77 കോടി രൂപ വനസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനും വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ 77 കോടി രൂപ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം 2 ജീപ്പ് മേടിച്ചു, ബാക്കി തുക ലാപ്സാക്കി. 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ 600 കോടി രൂപ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇതും കേരളം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വന്യജീവികൾ പിന്നെ എന്ത് ചെയ്യും? വനത്തിനകത്ത് അവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, ആവാസ വ്യവസ്ഥയില്ല. അപ്പോൾ അവിടെ കഞ്ചാവ് കൃഷിക്കാരും അതുപോലെ തന്നെ ഭീകര സംഘടനയുടെ ആയുധ പരിശീലനം അടക്കം മാവോയിസ്റ്റുകളും താവളം അടിച്ചിരിക്കുന്നത് കൊണ്ട് വനത്തിൽ മൃഗങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ പുറത്തിറങ്ങും. പിന്നെ അവർക്ക് വിശക്കില്ലേ? അതുകൊണ്ട് അവർക്ക് കണ്ണിൽ കാണുന്നതും കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി തിന്നും, പ്രശ്നമാകും. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, കേരളത്തിലെ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ, സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ഡൽഹിയിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും മാത്രമാണ് 70 വയസ്സിന് മുകളിലുള്ളവരുടെ ഇൻഷുറൻസും സൗജന്യ ഇൻഷുറൻസും വേണ്ട എന്ന് തീരുമാനിച്ച 3 സംസ്ഥാനങ്ങൾ. എത്ര 1000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നടപ്പാക്കേണ്ട ആ പദ്ധതിക്ക് വേണ്ടി 850 കോടി രൂപ എല്ലാ വർഷവും കേരളത്തിന് കിട്ടുന്നതാണ്. പക്ഷേ ഞങ്ങൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കില്ല, അത് ഹിന്ദു വർഗീയമാണ്, അത് BJP കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് 850 കോടി പ്രതിവർഷം ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു മേഖലയുണ്ട്, ആരോഗ്യ മേഖല. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതില് ആശുപത്രികളുടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള പേര് ആരോഗ്യ മന്ദിർ എന്നാക്കി. ഈ ആരോഗ്യ മന്ദിർ എന്നുള്ള പേര് ഞങ്ങൾ ഉപയോഗിക്കില്ല, അത് ഹിന്ദു വർഗീയമാണ് എന്ന് പരസ്യമായി പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. എന്ത് സംഭവിച്ചു? 810 കോടി രൂപ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിന് ലഭിക്കേണ്ട, വർഷം തോറും ലഭിക്കേണ്ട 810 കോടി രൂപ വേണ്ടാന്ന് വെച്ചു. അവസാനം ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ തൂപ്പുകാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോ ആ അച്ചാപോറ്റി പറഞ്ഞ് അവസാനം ബോർഡ് എഴുതി വെച്ച് ഇപ്പൊ 810 കോടി രൂപ മേടിക്കാൻ തയ്യാറായി. പക്ഷെ കഴിഞ്ഞ 2 വർഷക്കാലം നഷ്ടപ്പെട്ടു പോയ തുക എവിടെ? അത് തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, വനമേഖല, വന്യജീവി മേഖല, കാർഷിക മേഖല എന്ന് വേണ്ട സകല മേഖലകളിലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന യോജന 27,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന് നീക്കിയിരിപ്പുണ്ട്. തീരപ്രദേശത്തില് 600 കിലോമീറ്ററോളം വരുന്ന കടൽ തീരമുള്ള കേരളത്തില് 2700 കോടി രൂപ നമ്മുടെ വിഹിതമാണ്, നമുക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് മേടിച്ചെടുക്കാൻ കേരള സർക്കാരിന്റെ പദ്ധതികളില്ല. അപ്പോൾ ആ പൈസയും വെറുതെയായി. ഇങ്ങനെ 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടം സ്വയം വലിച്ചു വെച്ച് ഈ പദ്ധതികളൊക്കെ ലാപ്സാക്കിയതിനു ശേഷം കേന്ദ്രമൊന്നും തരുന്നില്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ
ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കണക്കുകൾ പൊതുജന സമക്ഷം സമർപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ പൊതുജനങ്ങൾ പൊറുതിമുട്ടിക്കഴിയുമ്പോൾ ഇത്തരം കണക്കുകൾ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരും. അപ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ മുഖം മൂടി അഴിഞ്ഞു വീടുകയും ചെയ്യും. സാർ, ഈ കർഷകരുടെ ദുരിതം അത് എല്ലാ കാലത്തും ഏത് കാലം നമുക്കറിയാം. ഇന്നിപ്പോൾ ഒരു കാലഘട്ടത്തിൽ കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന കേരളം അതിന്ന് വെറും ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് മാറിയതൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളം പോലെയുള്ള ഈ സംസ്ഥാനം മാത്രമാണെന്ന് അറിയാം. കാരണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറി ആയാലും പല വ്യഞ്ജനമായാലും ഏതായാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ വിഷാംശമുണ്ട് കൂടുതൽ എന്നുള്ളതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാശ് കൊടുത്ത് വിഷം വാങ്ങി കഴിക്കുന്ന രീതിയിലേക്ക് ആരാണ് സാർ ഈ നാടിനെ മാറ്റിയത്? ഇവിടുത്തെ കർഷകർ എന്ത് ചെയ്താലും ഏത് ചെയ്താലും പരാജയമായി മാറുന്ന എന്താണ് സാർ? അവരുടെ കണ്ണീരൊപ്പാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല. അവരുടെയും ശ്വാസം മുട്ടിക്കുന്നുണ്ടോ ഇവർ പറയുന്ന ആ ഒരു അവകാശവാദം പോലെ? കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ കേട്ടാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകും. ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും വിശ്വാസം വരില്ല. നമ്മുടെ വീട്ടിൽ ഒരു പശു നിപ്പുണ്ടെങ്കിൽ തിരിച്ചടക്കേണ്ടാത്ത 45,000 രൂപ കേന്ദ്രം തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ആടുണ്ടെങ്കിൽ ആടൊന്നിന് തിരിച്ചടക്കേണ്ടാത്ത 25,000 രൂപ തരുന്നുണ്ട്. ഇത് 10-30 എണ്ണം ഉണ്ടെങ്കിൽ ഓരോ പശു ഇൻറ്റു 45,000, ഓരോ ആട് ഇൻറ്റു 25,000 തിരിച്ചടക്കേണ്ടാത്ത തുക കേന്ദ്രം തരുന്നുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചീനി, അല്ലെങ്കിൽ ഒരു ചേന, അതല്ലെങ്കിൽ ഒരു വെണ്ട, അതല്ലെങ്കിൽ ഒരു വഴുതന, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറിയുടെ ചെറിയൊരു ചെടി നശിച്ചു പോയാൽ, കേടുപിടിച്ചോ കാറ്റത്തൊടിഞ്ഞോ നശിച്ചു പോയാൽ 35 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. തിരിച്ചടക്കണ്ട, അത് ഇൻഷുറൻസ് ആണ്. ഒരു വാഴ ഒടിഞ്ഞു പോയാൽ 350 രൂപ കിട്ടുന്നുണ്ട്. ഒരു തെങ്ങ് പിഴുത വീണു പോയാൽ ഒടിഞ്ഞു വീണാൽ 2,500 രൂപ കിട്ടുന്നുണ്ട്. ഒരു റബ്ബർ മരം കേടു വന്നു കഴിഞ്ഞാൽ 2,000 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള കണക്കുകൾ ഞാൻ പറയുമ്പോൾ കേരളം ചിരിക്കും, അല്ലെങ്കിൽ ഞെട്ടും. കാരണം ഇത് കേരളത്തിന് പരിചയമില്ല. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന ഇത്തരം നിരവധി പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ട്. പക്ഷെ ഇതൊന്നുപോലും കേരളത്തിലെ കർഷകന് കൊടുക്കുകയില്ല. എന്താ ഇതിന് കാരണം? ഇത് കേന്ദ്ര പദ്ധതിയാണ്, ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല. ഈ കേന്ദ്ര പദ്ധതി പ്രകാരം ജനങ്ങളിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ BJP വോട്ട് ചെയ്യും. ഇപ്പൊ തന്നെ ഒരു സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണേ സംഭവിക്കാം. അതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ കാർഷിക മേഖലയിൽ അനുവദിക്കില്ല. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ നെൽകർഷകർ, വാഴ കർഷകർ, പച്ചക്കറി കർഷകർ, ഇങ്ങനെയുള്ളവര് കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം മൂലമോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഉപഗ്രഹ സംവിധാനത്തിലൂടെ പഠനം നടത്തിയതിനു ശേഷം ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കൃഷിനാശത്തിന്റെ തോതിനനുസരിച്ച് ഓരോ കർഷകനും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഒരു സംവിധാനവുമായി സഹകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറല്ലാത്തത് കൊണ്ട് ഈ പണവും സംസ്ഥാനത്ത് കിട്ടുന്നില്ല. ഇപ്പൊ ഇൻഷുറൻസിൽ പണമടച്ച ധാരാളം കർഷകർ എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ കാർഷിക ഇൻഷുറൻസിൽ പണം അടച്ചിട്ടുണ്ട് സാർ, പക്ഷെ ഞങ്ങളുടെ കൃഷി നശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പൈസയും കിട്ടുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അതും ഇതും പറഞ്ഞ് മടക്കി അയക്കുകയാണ്. നമ്മൾ ഓർക്കണം, കർണാടകത്തിലെ കർഷകൻ, തമിഴ്നാട്ടിലെ കർഷകൻ, കർണാടകവും തമിഴ്നാടും ഭരിക്കുന്നത് BJPയോ BJPയുടെ സഖ്യകക്ഷികളോ ഒന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ കർഷകർക്ക് ഈ നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്. കാരണം കേന്ദ്രത്തിന്റെ പണം വാങ്ങിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്. ഇതുപോലെ നിരവധിയായ കാര്യങ്ങൾ. ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിഭൂമിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സൗജന്യ വൈദ്യുതിയാണ് തമിഴ്നാട്ടിൽ, സൗജന്യ വൈദ്യുതിയാണ് ഗുജറാത്തിൽ, സൗജന്യ വൈദ്യുതിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. ഇവിടെയോ കർഷകൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർഷിക മേഖലയെ കൊന്നുകളയുന്ന ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഈ വ്യാപാരത്തിനകത്ത് നിന്ന് കമ്മീഷൻ അടിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ തടിച്ചു കൊഴുക്കാണ്. അപ്പോൾ വിഷം തീറ്റുന്നത് ഭരണകൂടമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് കേരളത്തിലെ ജനങ്ങളെ വിഷം തീറ്റിക്കുന്നത്. എന്തിനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരൊക്കെ വിഷം തിന്ന് രോഗികളായി, ക്യാൻസർ രോഗികളായി നാളെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ആശുപത്രി വ്യവസായം തഴച്ചു വളരുകയാണ്. ആ തഴച്ചു വളരുന്ന ആശുപത്രി വ്യവസായികളുടെ കള്ളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അവര് കൈക്കൂലിയായി പറ്റുന്നതിന് വേണ്ടി അല്ലേ കാർഷിക മേഖലയെ തകർത്തിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ സാർ കൂട്ടിച്ചേർക്കാൻ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വൈദ്യുതി ചാർജ്, വൈദ്യുതിയുടെ സ്മാർട്ട് മീറ്റർ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഓരോ വീട്ടിലും കൊണ്ടുവന്ന് വെച്ചുകൊള്ളാം.
ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മീറ്റർ അളന്നിട്ട് കൃത്യം പൈസ കൊടുത്താൽ മതി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അത് നടപ്പാക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്തിനാ? മീറ്ററിന്റെ വാടക, ഫിക്സഡ് ചാർജ്, മീറ്റർ റീഡിംഗ് ചാർജ്, അങ്ങനെ മീറ്ററിന്റെ പേരിൽ തന്നെ എന്ത് വലിയ കൊള്ളയാണ്. എന്നിട്ട് ഈ പറഞ്ഞ വൈദ്യുതി കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വലിയ കച്ചവട താല്പര്യങ്ങളുണ്ട്. 43 ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ആ നമ്പർ കേട്ടാൽ വിശ്വസിക്കില്ല. 43. അതിൽ 6 പണിത് പകുതിയായിട്ടുണ്ട്, ബാക്കി തുടങ്ങിയിട്ട് പോലുമില്ല. ഈ 43 ജലവൈദ്യുത പദ്ധതികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തില് വൈദ്യുതി മിച്ചമാണ്, നമുക്ക് കൊടുക്കാം. പക്ഷെ ഇന്നപ്പോ അവസ്ഥ എന്താ? മുൻ ഗവൺമെന്റ് UDF ഗവൺമെന്റ് 4 രൂപ 50 പൈസ 70 പൈസക്ക് 25 വർഷത്തെ കരാർ ഉണ്ടാക്കി വെച്ചിരുന്ന കരാറ് റദ്ദ് ചെയ്തിട്ട് അതേ കമ്പനിയോട് തന്നെ ഇടതുപക്ഷ സർക്കാർ വന്ന് 10 മുതൽ 12 രൂപ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. എത്ര 1000 കോടി രൂപയുടെ അഴിമതിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് വൈദ്യുതി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പകൽ കൊള്ളയാണ്. ഇത് വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാര്, ഡയറക്ടർമാർ അടക്കമുള്ള ആൾക്കാർ ഈ വസ്തുതകൾ പറയുന്നുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് ഡോക്ടർ B അശോക്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ KSCB-യുടെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഒരു ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 3 ലേഖനമായി പരമ്പരയായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേരളം, ഇവിടുത്തെ ഭരണകൂടം കൊള്ളയടിക്കുകയാണ്. ഇവിടുത്തെ പ്രതിപക്ഷം ഈ കൊള്ളയടിക്ക് കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ LDF-ഉം UDF-ഉം ചേർന്ന് കേരളം കൊള്ളയടിക്കുന്നു. കേരളത്തിന്റെ ദുരിതത്തിന്റെ യഥാർത്ഥ കാരണം അതാണ്, കേന്ദ്രം ഞെരുക്കുന്നതല്ല. ആണ് എങ്കിൽ കേന്ദ്രം എന്താ DMK ഗവൺമെന്റിനെ ഞെരുക്കാത്തത്? കേന്ദ്രം എന്താ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ ഞെരുക്കാത്തത്? കേരളത്തിലെ പിണറായി വിജയന് മാത്രമേ ഈ പരാതി വരാൻ എന്താ കാരണം? അപ്പോൾ ആസേതു ഹിമാചലമുള്ള ധാരാളം ഗവൺമെന്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ കേജ്രിവാളിന്റെ ഗവൺമെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലാണെങ്കിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടല്ലോ. അങ്ങനെ മറ്റു പല പാർട്ടികൾ ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലാണെങ്കിൽ മമതയുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ. അവരാരും ഈ പരാതി പറയുന്നില്ല. ഞങ്ങളെ കേന്ദ്രം ഞെരുക്കുന്നതെന്ന് പരാതി പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ അതിന്റെ പുറകിൽ തികച്ചും വലിയ കള്ളമാണ്, കൊള്ളയാണ്, മോഷണമാണ് നടക്കുന്നത്. ഈ മോഷണം മുതൽ ഇവിടുത്തെ LDF-ഉം UDF-ഉം പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. മാന്യമഹാജനങ്ങളെ, കേന്ദ്രം ഇതാ ഞെരിച്ചു കൊല്ലുന്ന, ശ്വാസം മുട്ടിക്കുന്ന, കേന്ദ്രം തരാനുള്ള അവകാശങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വ്യാജമായി തന്നെ വ്യത്യസ്ത രീതിയിൽ ബന്ധുക്കളും സമരങ്ങളും നടത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പ്രബുദ്ധത അവകാശപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വലിയ പ്രബുദ്ധതയോടെ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയ അടിമത്തമല്ല പ്രബുദ്ധത എന്നത് മിനിമം എങ്കിലും മനസ്സിലാക്കുക. കാരണം ഇവിടെ BJP എന്ന് പറയുന്ന ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആ പക തീർക്കാൻ വേണ്ടി ജനങ്ങൾക്കുള്ള അവകാശത്തെ കത്തിവെച്ചുകൊണ്ട് അത് വെട്ടിമുറിച്ചുകൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഏർപ്പാട് ഇവിടെ നടത്തുന്നത് ഈ ഭരണകക്ഷിയുള്ള പിണറായി വിജയൻ അതല്ലെങ്കിൽ CPM തന്നെയാണ്. അതല്ലെങ്കിൽ മുൻപ് ഭരിച്ചിരുന്ന വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും മാറി മാറി തന്നെയാണ് എന്നുള്ളത് അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്ക് സഹിതമുള്ള വിവരങ്ങൾ ജയസൂര്യൻ സാർ നിങ്ങളിലേക്ക് പകർന്നു തന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത് കേൾക്കുമ്പോഴേക്കും വികാരം കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് എതിരെ 4 തെറി പറയുകയോ BJP-ക്കെതിരെ 10 തെറി പറയുകയോ എന്തിനേറെ സുരേഷ് ഗോപിയെ വരെ തെറി വിളിച്ചുകൊണ്ടും അതല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് കുഞ്ഞിന് മുത്തം കൊടുക്കാൻ വരുന്നു, ബില്ലുമായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രോളിക്കൊണ്ട് ഇവിടെ ഉല്ലസിച്ച് നടക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ അധികാരവർഗത്തിന് അവർക്ക് കക്കാനും വെട്ടിപ്പ് നടത്താനും കൈയിട്ട് വാരി നക്കാനുമുള്ള വെറും ഒരു ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ സെഷൻ ഇവിടെ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ മറ്റൊരു വിഷയവുമായി, ഗംഭീരമായിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും വരുന്നവരെ തന്നെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDPയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക്
സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ് എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.